Is it clear? Ahila? Yes, ma'am. How was Laplace transform? Fourth module. Ma'am, കുഴപ്പമില്ല. Differential equation. അത് കുഴപ്പമില്ല. And vector calculus. കുഴപ്പമില്ല. ഓക്കെ, അപ്പം മൊത്തത്തിൽ കുഴപ്പമില്ലല്ലേ? സോ നമ്മൾ 4 മൊഡ്യൂള് ഒന്നും സ്കിപ്പ് ചെയ്യാതെ എല്ലാ പോർഷൻസും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, അപ്പം കൃത്യമായിട്ട് നിങ്ങൾ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും പഠിക്കുക. ഓക്കെ, സോ ലാസ്റ്റ് മൊഡ്യൂളും ട്രാൻസ്ഫോം ആണ്. ആൻഡ് ഐ തിങ്ക് നിങ്ങൾ ഫൊറിയർ കേട്ടിട്ടുണ്ട് അല്ലേ? ഫൊറിയർ സീരീസ് കേട്ടിട്ടില്ലേ? റിപ്ലൈ ചെയ്താ. ഇത്രയും കുട്ടികളുള്ള ക്ലാസ്സിലെ ഒരു കാര്യം ചോദിച്ചിട്ട് എങ്ങനെയാ? ഓക്കെ, സോ ഫൊറിയർ സീരീസ് എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ ഫസ്റ്റ് സെമസ്റ്ററിൽ? ആരെങ്കിലും? ശ്രീരജ്. ശ്രീരജ് ഉണ്ടോ? ആ, ശ്രീരജ് എങ്ങനെ ഉണ്ടായിരുന്നു ഫൊറിയർ സീരീസ്? ഈസിയാണ്. ഈസിയാണ്. ഓക്കെ, അപ്പൊ ഫൊറിയർ ട്രാൻസ്ഫോം ഈസി ആയിരിക്കും. ഫൊറിയർ ട്രാൻസ്ഫോമിൽ നിങ്ങൾ ചെയ്യുന്നത്, അവിടെ ഫൊറിയർ സീരീസ് നിങ്ങൾ പഠിച്ചു. ഇവിടെ നിങ്ങൾ ഫൊറിയർ ഇന്റഗ്രൽ ആണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ അവിടെ നിങ്ങൾ സീരീസ്, അതായത് സിഗ്മ വെച്ചിട്ടായിരിക്കും എല്ലാ ഫംഗ്ഷനെയും റെപ്രസെന്റ് ചെയ്ത്. ഓർമ്മയുണ്ടോന്ന് അറിയില്ല നിങ്ങൾക്ക്. ഓർമ്മയില്ലാതിരിക്കില്ലല്ലോ, ജസ്റ്റ് ഇപ്പോൾ എക്സാം എഴുതിയല്ലേ ഉള്ളൂ അല്ലേ? അപ്പം ഫൊറിയർ സീരീസിൽ നിങ്ങൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഒരു ഫംഗ്ഷനെ നിങ്ങൾ സീരീസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ സെയിം തന്നെ ഇവിടെ, പക്ഷെ ആ സീരീസിന് പകരം നിങ്ങൾ ഫംഗ്ഷനെ ഇന്റഗ്രൽ വെച്ചിട്ടായിരിക്കും റെപ്രസെന്റ് ചെയ്യുക. ആ സിഗ്മ എന്നുള്ളെടുക്കുക, ഇവിടെ ഒരു ഇന്റഗ്രൽ ആയിരിക്കും. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. സോ അത് വെച്ചിട്ട് ഫൊറിയർ ട്രാൻസ്ഫോമും കൂടെ നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. ഓക്കെ, ലാസ്റ്റ് ലാപ്ലേസ് ട്രാൻസ്ഫോം നന്നായിട്ട് നോക്കുക. നിങ്ങളുടെ ഇനിയിപ്പോൾ സീരീസ് എക്സാം 3ക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോമും പിന്നെ ഈ 5th മൊഡ്യൂൾ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, 5th മൊഡ്യൂൾ നമ്മൾ എത്ര എടുക്കുന്നോ അത്രയും വരെ ഉണ്ടാവും എക്സാമിന്. സോ ഇപ്പൊ തന്നെ ഓരോ ദിവസം എടുക്കുന്നത് അപ്പൊ തന്നെ പഠിച്ചിട്ട് പോവുക. ഓക്കെ, സോ വി ക്യാൻ സ്റ്റാർട്ട് 5th module, Fourier transform. So our first topic is Fourier integral representation. Okay, so here ഒരു f of x എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നിങ്ങൾക്ക് തരും. And you have to represent that f of x in integral form. ആ തന്ന ഫംഗ്ഷനാ, ഏത് ഫംഗ്ഷൻ ആയിക്കോട്ടെ, ആ ഫംഗ്ഷനെയൊക്കെ നിങ്ങൾക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? യു ക്യാൻ റെപ്രസെന്റ് ദറ്റ് ഫംഗ്ഷൻ ഇൻ ആൻ ഇന്റഗ്രൽ ഫോം, ആൻഡ് ദി ഇന്റഗ്രൽ ഫോം ഇസ് കോൾഡ് ഫൊറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ. ഓക്കെ, സോ ഫൊറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ മീൻസ് you can represent a function in terms of integral. ഓക്കെ, ഏതൊരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്നാലും ആ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷന് നിങ്ങൾക്ക് ഒരു ഇന്റഗ്രലിന്റെ ഫോമിലോട്ടേക്ക് മാറ്റാൻ പറ്റും. ഒരു ഇന്റഗ്രൽ ഇക്വേഷൻ ആക്കിയിട്ട് നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു ഇന്റഗ്രൽ ഫോമിലേക്ക് ഒരു ഫംഗ്ഷനെ റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫൊറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിന് ഒരു ഫോർമുലയുണ്ട്. Fourier integral representation എങ്ങനെ ചെയ്യാം എന്നുള്ളതിന് ഒരു ഫോർമുലയുണ്ട്. You have to study that formula, then you can represent any function as Fourier integral representation. അപ്പോൾ ശ്രദ്ധിക്കുക. ഓക്കെ, സോ ഫൊറിയർ ട്രാൻസ്ഫോം ആണ് നമ്മൾ 5th മൊഡ്യൂള്. അതിലെ ഫസ്റ്റ് ടോപ്പിക് ഈസ് ഫൊറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ.
Okay. So let f of x is a function. Then the Fourier integral representation of this f of x is f of x equal to f of x നമ്മൾ integral ആയിട്ട് represent ചെയ്യാൻ പോവാണ്, and that is integral 0 to infinity a of omega into cos omega x plus v of omega into sin omega x d omega. അപ്പോൾ ഈ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ we represent like this: integral 0 to infinity a of omega into cos omega x plus b of omega into sin omega x. That means the linear combination of cos and sin. Okay, and we are integrating with respect to omega, d omega, and this is called the Fourier integral representation of a function f of x. ഓക്കെ, ഏത് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്നാലും ഈ ഒരു ഫോർമുല യൂസ് ചെയ്തിട്ട് യു ക്യാൻ റെപ്രസെന്റ് ദറ്റ് ഫംഗ്ഷൻ ഇൻ ഫൊറിയർ ഇന്റഗ്രൽ ഫോം. ഓക്കെ, അപ്പം നിങ്ങൾ സീരീസിൽ എന്താ പഠിച്ചത്? ഇതേപോലെ തന്നെ ആയിരിക്കും പഠിച്ചത്. സിഗ്മ എ ഇൻറ്റു കോസ് ഒമേഗ എക്സ് പ്ലസ് ബി ഇൻറ്റു സൈൻ ഒമേഗ എക്സ്, ഇങ്ങനെയായിരിക്കും നിങ്ങൾ സീരീസിൽ പഠിച്ചിട്ടുണ്ടാവും, ഫൊറിയർ സീരീസിൽ. എന്നിട്ട് ഈ എയും ബിയും എന്താണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട് അല്ലേ? അതേപോലെ തന്നെയാണ് ഇവിടെയും. Here also we have to find this a omega and b omega. Okay, അപ്പം a omega and b omega കണ്ടുപിടിക്കാം. Then we have to substitute that a omega and b omega in this equation. Then you will get the Fourier integral representation. So a omega എന്ന് പറഞ്ഞാൽ a omega കണ്ടുപിടിക്കാനുള്ള formula is a omega is equal to 1 by pi into integral minus infinity to infinity f of v into cos omega v dv. So a omega ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ we are integrating with respect to v. Okay, so a omega is എന്താ കോസിന്റെ കൂടെയുള്ള ടേമാ. ഓക്കെ, സോ എ ഒമേഗ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയിൽ ആരുള്ളത്? കോസ് ആണ് ഉള്ളത്. അങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കാം. ആൻഡ് സിമിലർലി ദ ഫോർമുല ഫോർ ഫൈൻഡിങ് ബി ഒമേഗ ഇസ് ഈക്വൽ ടു 1 by pi. സെയിം ഫോർമുല തന്നെ, ബട്ട് കോസിന് അതിൽ അവിടെ സൈൻ ആക്കാം. ഓക്കെ, 1 by pi ഇൻറ്റു ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. എ ഒമേഗയും ബി ഒമേഗയും കണ്ടുപിടിക്കുന്നത് ഇറ്റ് ഈസ് ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി, ബട്ട് എഫ് ഓഫ് എക്സ് ദി ഇൻറ്റഗ്രൽ റെപ്രസെൻറ്റേഷൻ ഇസ് ഫ്രം 0 ടു ഇൻഫിനിറ്റി. മാറിപ്പോകരുത്. And here the formula is f of v into sin omega v dv. Okay, and Fourier integral representation, it is with respect to omega. And here this a omega and b of omega we are integrating with respect to v. Okay, അപ്പോൾ ഇതൊക്കെ കമ്പയർ ചെയ്തിട്ട് നിങ്ങൾ പഠിക്കുക. പിന്നെ ഫൊറിയറിന്റെ പ്രോബ്ലത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫൊറിയർ ട്രാൻസ്ഫോമിന്റെ പ്രോബ്ലം ചോദിച്ചു കഴിഞ്ഞാൽ യു ഹാവ് 1 മാർക്ക് ഫോർ ഫോർമുല. ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഫോർമുല നിങ്ങൾക്ക് അറിയെങ്കിൽ 1 മാർക്ക് നിങ്ങൾക്ക് അവിടെ ഷുവർ ആണ്. ഫോർമുല എഴുതിയാൽ 1 മാർക്ക് തരണം. ഓക്കെ, സോ ഫോർമുല കൃത്യമായിട്ടും പഠിച്ചു വെക്കുക. ഇപ്പൊ തന്നെ ഈ ഒരു ഫോർമുല നിങ്ങൾ പഠിക്കുക. എഫ് ഓഫ് എക്സ്, ദ ഫൊറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എ ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ എക്സ് പ്ലസ് ബി ഒമേഗ ഇൻറ്റു സൈൻ ഒമേഗ എക്സ് d omega. Okay, where a omega is equal to 1 by pi into integral minus infinity to infinity f of b cos omega v dv, and b of omega is equal to 1 by pi into integral minus infinity to infinity f of omega into sin omega v dv. So this is the Fourier integral representation. Okay, അപ്പോൾ നിങ്ങൾക്ക് ഒരു f of x നിങ്ങൾക്ക് തരും. ആ f of x ന്റെ കറസ്പോണ്ടിങ് ആയിട്ട് you have to find the Fourier integral representation. So first write this formula: f of x is equal to this one. After that you have to find a omega and b omega, and here it is f of b. f of b എങ്ങനെ നിങ്ങൾ എഴുതുക? ക്വസ്റ്റ്യനിൽ f of x നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. ആ എക്സിന് പകരം b കൊടുക്കുക. ഫംഗ്ഷനിൽ എക്സിന് പകരം b കൊടുത്താൽ you will get f of b, and ആ f of b എഴുതിയിട്ട് നിങ്ങൾ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ you will get the answer. Okay, a omega and b omega. And substitute that a omega and b omega in this formula, then you will get the corresponding Fourier integral representation of f of x. Is it clear? Fourier integral representation.
Okay. Okay. ഇനി നമുക്ക് ഫോറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ മീൻസ് നമ്മൾ സൈനും കോസും ഒരുമിച്ച് ലീനിയർ കോമ്പിനേഷൻ എടുത്ത ഫോർമുലയാണത് അല്ലെ. ഫോറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ ചോദിച്ചാൽ ഈ ഫോർമുല തന്നെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ആൻഡ് അതിൽ സൈനും വരുന്നുണ്ട് കോസും വരുന്നുണ്ട് അല്ലെ. നിങ്ങൾ ഇതേപോലെ ഫോറിയർ സീരീസിന്റെ കേസിൽ സൈൻ സീരീസും കൊസൈൻ സീരീസും പഠിച്ചിട്ടുണ്ടോ? അതായത് നിങ്ങൾ ഫോറിയർ സീരീസ് കണ്ടുപിടിക്കുമ്പോൾ ചിലപ്പം സൈനിന്റെ ടേം മാത്രമേ ഉണ്ടാവും, കോസിന്റെ ടേം ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ വരുന്നതിന് നമ്മൾ സൈൻ സീരീസ് എന്ന് പറയും. ആൻഡ് ചില കേസിൽ ഈ പറഞ്ഞ പോലെ കോസ് മാത്രമേ ഉണ്ടാവുള്ളൂ, സൈൻ ഉണ്ടാവില്ല. സോ അങ്ങനെ വരുന്ന സീരീസ് നമ്മൾ കൊസൈൻ സീരീസ് എന്ന് പറയും. സിമിലർലി വി ഹാവ് ഹിയർ ഓൾസോ വി ഹാവ് സച്ച് എന്താ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ ആൻഡ് ദാറ്റ് ഈസ് cosine integral representation, cosine Fourier cosine integral representation and Fourier sine integral representation. So എങ്ങനെ നമ്മളത് ചെയ്യാം? നമ്മളൊരു ഫംഗ്ഷൻ തന്നാൽ ആ ഫംഗ്ഷൻ ഒരു ഈവൺ ഫംഗ്ഷൻ ആണോ അല്ലെങ്കിൽ ഓഡ് ഫംഗ്ഷൻ ആണോ നോക്കിയിട്ടായിരിക്കും നമ്മൾ ഈ Fourier sine integralum cosine integralum ഒക്കെ ചെയ്യാം. So what is an even function? When a function is said to be an even, ആർക്ക് പറയാൻ പറ്റും? If f of x be a function, okay, when can we say that f of x is a even function? Who can say f of x എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഈവൺ ഫംഗ്ഷൻ ആണ് എന്ന് എപ്പോഴാണ് നമുക്ക് പറയാൻ പറ്റുക? Anyone? Even function. എക്സാമ്പിൾ അല്ല. ഓക്കെ, എന്താണ് ഈവൺ ഫംഗ്ഷൻ? ഈവൺ ഫംഗ്ഷൻ ഒരു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാ നമ്മൾ എപ്പോഴാ? വെരി ഗുഡ്. സോ എഫ് ഓഫ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. അങ്ങനെ വരുന്ന ഫംഗ്ഷനെയാണ് നമ്മൾ എന്ത് പറയാ? ഈവൺ ഫംഗ്ഷൻ എന്ന് പറയാം. ഓക്കെ, എഫ് ഓഫ് മൈനസ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് തന്നെയായിരിക്കും. So such type of function is called the even function. Okay, so okay, f of minus x is equal to f of x, then we can say that f of x is an even function. Okay, appo njan f of x is equal to cos x ennu eduthu. F of x is equal to cos x. So f of minus x is what? Cos of x in pagaram minus x kodukka. So cos of minus x. So by the property of cos x, we have cos of minus x is cos x itself. Cos of minus x ennu parayunnathu cos x thanneyana. It's a property of cosine. Okay, so cos x ennu parnal endha? It is f of x. So f of x f of minus x f of x equal ആണ് കിട്ടി. Therefore cos x is an even function. Okay, അങ്ങനെയാണെങ്കിൽ ഈ എഫ് ഓഫ് എക്സ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഏതോ ഒരു എഫ് ഓഫ് എക്സ് നിങ്ങൾക്ക് തന്നു. ഇഫ് ദാറ്റ് എഫ് ഓഫ് എക്സ് ഈസ് ആൻ ഈവൺ ഫംഗ്ഷൻ, ആ തന്ന എഫ് ഓഫ് എക്സ് ഒരു ഈവൺ ഫംഗ്ഷൻ ആണെങ്കിൽ then you can find Fourier cosine series. Okay, കാരണം കോസ് ഈവൺ ആണ്. സോ ഫംഗ്ഷൻ ഈവൺ ഫംഗ്ഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഫോറിയർ ഇന്റഗ്രൽ കാണാൻ തന്ന ഫംഗ്ഷൻ ഒരു ഈവൺ ഫംഗ്ഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മാത്രം മതി? ഫോറിയർ കൊസൈൻ സീരീസ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. കാരണം എന്താ വെച്ചാൽ ഈവൺ ഫംഗ്ഷൻ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതിന്റെ സൈൻ ടേം എന്തായിരിക്കും? 0 ആയി പോകും. ഓക്കെ, അപ്പൊ കോസിന്റെ ടേം മാത്രമേ ആ സീരീസിൽ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ വെറുതെ ഈ ബി ഓഫ് ഒമേഗ ഒന്ന് കണ്ടുപിടിച്ചിട്ട് സമയം കളയണ്ട. ജസ്റ്റ് നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഈ ഫോറിയർ കൊസൈൻ സീരീസ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ആൻഡ് ആ ഫോറിയർ കൊസൈൻ സീരീസിന് അതിന്റെ ഫോർമുലയുണ്ട്, കണ്ടുപിടിക്കേണ്ട ഫോർമുലയുണ്ട്. ഓക്കെ, പറഞ്ഞ മനസ്സിലായോ? ഇഫ് ദ ഗിവൺ എഫ് ഓഫ് എക്സ് ഇസ് എൻ ഈവൺ ഫംഗ്ഷൻ, then you can find what? Fourier
കൊസൈൻ സീരീസ്. ഈവൺ ആകുമ്പം കോസ് ആണ് എന്ന് ഓർമ്മിച്ച് വെക്കുക. ഈവൺ ഫംഗ്ഷൻ ആണെങ്കിൽ കൊസൈൻ സീരീസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ആ കൊസൈൻ സീരീസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഫോർമുലയുണ്ട്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to ഇൻഫിനിറ്റി. കൊസൈൻ സീരീസ് എന്ന് പറയുമ്പോൾ കൊസൈൻ്റെ ടേം മാത്രമേ ഉണ്ടാവുള്ളൂ. എ ഓഫ് ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ. ഓക്കെ, കോസിൻ്റെ ടേം ഇല്ലാണ്ടായി. ആൻഡ് വേർ എ ഒമേഗ ഇസ്, എ ഒമേഗ കണ്ടുപിടിക്കാനുള്ള ഫോർമുല 2/π ഇൻറ്റു ഇൻറ്റഗ്രൽ 0 to ഇൻഫിനിറ്റി എഫ് ഓഫ് ബി ഇൻറ്റു കോസ് ഒമേഗ വി ഡി വി. സോ ദിസ് ഈസ് എ ഒമേഗ. എ ഒമേഗ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇതാണ് കൊസൈൻ സീരീസിന്റെ കേസിൽ. ഓക്കെ, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to ഇൻഫിനിറ്റി a of omega into cos omega x d omega, and where a omega is equal to 2/π into integral 0 to infinity f of b into cos omega v dv. Okay, so this is Fourier cosine series. Okay, ഇനി നമുക്ക് ആരുണ്ട്? Fourier sine series ഉണ്ട്. ഇത് പഠിക്കണേ. Fourier cosine എന്ന് പറയുമ്പോൾ കോസ് മാത്രമേ ഉള്ളൂ. അവിടെ എ ഒമേഗ കണ്ടുപിടിക്കാൻ 2/π ആണ് വേണ്ടത്. ഓക്കെ, 2/π ഇൻറ്റു ഇവിടെ -ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി അല്ല 0 to ഇൻഫിനിറ്റി ആണ്. ഓക്കെ, 2 into 0 to ഇൻഫിനിറ്റി. -ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റിനെ നമ്മൾ 2 into 0 to ഇൻഫിനിറ്റി എന്ന് എഴുതുക. ബിക്കോസ് ഇറ്റ്സ് എ ഈവൺ ഫംഗ്ഷൻ. അതിന്റെ പ്രോപ്പർട്ടി അനുസരിച്ചിട്ട് നമുക്ക് അങ്ങനെ എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ നെക്സ്റ്റ് ഇസ് Fourier സൈൻ സീരീസ്. ആൻഡ് ഇവിടെ ഈവൺ ആണ് നമ്മൾ യൂസ് ചെയ്തത്. ഇവിടെ എന്താ? ഓഡ് ഫംഗ്ഷൻ. സോ what is an odd function, or how can we check a function is an odd function? If f of minus x equal to minus f of x, okay, then we can say that f of x is an odd function. Okay, for example, if f of x is equal to sin x, then f of minus x is equal to what? Sin of minus x. And by the property of this sin of minus x is what? Minus sin x, not sin x. Okay, so minus sin x means what? Minus f of x. Sin x is another f of x. Okay, so it is f of minus x is equal to minus f of x. Therefore the function f of x is an odd function. Okay, so odd function odd function example is sine. Then for finding the Fourier integral representation, if the given function is an odd function, then you can find Fourier sine series. Okay, odd function anengil then you can find Fourier sine series. ഇപ്പൊ എന്ത് ഫംഗ്ഷൻ ആയാലും നിങ്ങൾക്ക് തന്നത് വെദർ ഇറ്റ് ഈസ് ഓഡ് ഓർ ഈവൺ എന്തായാലും നിങ്ങൾക്ക് ഈ സൈൻ സീരീസും സീരീസ് അല്ല ഇന്റഗ്രൽ ആണ്. Fourier സൈൻ ഇന്റഗ്രലും Fourier കൊസൈൻ ഇന്റഗ്രലും ഒക്കെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഓഡ് ഫംഗ്ഷൻ ആയാൽ മാത്രമേ സൈൻ ഇന്റഗ്രൽ കണ്ടുപിടിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ ഈവൺ ഫംഗ്ഷൻ ആയാൽ മാത്രമേ ഇന്റഗ്രൽ കണ്ടുപിടിക്കാൻ പറ്റൂ, അങ്ങനെയൊന്നുമില്ല. കൊസൈൻ ഇന്റഗ്രൽ കണ്ടുപിടിക്കാൻ പറ്റും, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് ഏത് ഫംഗ്ഷൻ ആണെങ്കിലും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ ഇപ്പം ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് നിങ്ങളോട് ജസ്റ്റ് Fourier ഇന്റഗ്രൽ റെപ്രസെന്റേഷനാ പറഞ്ഞെന്ന് വിചാരിച്ചു. ഫൈൻഡ് ദി Fourier ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ ഓഫ് സം f of x ആണ് നിങ്ങൾക്ക് തന്നെ. അപ്പം അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് തന്ന f of x ഒരു ഈവൺ ഫംഗ്ഷൻ ആണ് അല്ലെങ്കിൽ ഒരു ഓഡ് ഫംഗ്ഷൻ ആണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈവൺ ഫംഗ്ഷൻ ആണെന്ന് മനസ്സിലായാൽ പിന്നെ നിങ്ങൾ കൊസൈൻ സീരീസ് കണ്ടാൽ മതി. അല്ലെങ്കിൽ ഓഡ് ഫംഗ്ഷൻ ആണെന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? സൈൻ സീരീസ് മാത്രം കണ്ടാൽ മതി. പക്ഷെ അത് നിങ്ങൾ ഇഷ്ടമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ Fourier ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ ആ ഫോമിൽ യൂസ് ചെയ്തിട്ട് സൈനും കോസും എല്ലാം കാണാം. പക്ഷെ അവിടെ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ നിങ്ങളിപ്പം എഫ് ഓഫ് എക്സ്, നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ തന്ന എഫ് ഓഫ് എക്സ് ഒരു ഈവൺ ഫംഗ്ഷൻ ആണെന്ന് വിചാരിച്ചു. അപ്പൊ നിങ്ങൾ ഈ എഫ് ഓഫ് എക്സിന്റെ Fourier ഇന്റഗ്രൽ നിങ്ങൾ കണ്ടുപിടിക്കണം.
ഇപ്പൊ നിങ്ങൾ ഫോറിയർ ഇന്റഗ്രൽ കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്ക് എ ഓഫ് ഒമേഗയും ബി ഓഫ് ഒമേഗയും ഒക്കെ കണ്ടുപിടിക്കണം. അപ്പൊ ഇതൊരു ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ എന്തേ ഉണ്ടാവുള്ളൂ, കോസിന്റെ ടേം മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ ഈ ബി ഓഫ് ഒമേഗ കണ്ടുപിടിച്ചാൽ ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് 0 ആയിരിക്കും കിട്ടും. ഓക്കെ, അപ്പം അപ്പൊ ഇതൊരു ഈവൻ ഫംഗ്ഷൻ ആണ് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇത് ചെയ്യണ്ട, കാരണം ഇത് 0 ആണ്. നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈവൻ ഫംഗ്ഷൻ ആണെന്ന് മനസ്സിലായാൽ പിന്നെ നമ്മൾ ഫൊറിയർ ഫൊറിയർ കൊസൈൻ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ മാത്രം നമ്മൾ കണ്ടാൽ മതി. ഓക്കെ, ഇനി ഇതൊന്നും മനസ്സിലായിട്ടുള്ള പ്രശ്നമില്ല, നിങ്ങൾ ഫൊറിയർ റെപ്രസെന്റേഷൻ രണ്ടും കൂടിയിട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, ലാസ്റ്റ് നിങ്ങൾക്ക് ഇത് 0 കിട്ടുന്നേ ഉള്ളൂ. ഓക്കെ, അധികം ക്വസ്റ്റ്യനിൽ പറയും നിങ്ങളോട് എന്താണ് കണ്ടുപിടിക്കേണ്ടത്, ഫൊറിയർ സൈൻ ആണോ അല്ലെങ്കിൽ ഫൊറിയർ കൊസൈൻ ആണോ അല്ലെങ്കിൽ ഫൊറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ ആണോ, കൃത്യമായിട്ടും ക്വസ്റ്റ്യനിൽ പറയും. അപ്പൊ അത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്യും. ഓക്കെ, സോ ഇഫ് ദിസ് ഇസ് ആൻ ഓഡ് ഫംഗ്ഷൻ ദെൻ ഫൊറിയർ സൈൻ സീരീസ് നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. ഫൊറിയർ സൈൻ സീരീസ് ഇസ് ദിസ് എഫ് ഓഫ് എക്സ് integral. So f of x is equal to integral 0 to infinity b of omega into sin omega x d omega. Okay, sin ആകുമ്പോൾ sin മാത്രമേ ഉണ്ടാവും. And b of omega is equal to 2 by pi into integral 0 to infinity f of v sin omega v dv. Okay, so this is b of omega, 2 by pi into integral 0 to infinity f of v sin omega v dv. Clear ayo? Fourier integral representation, Fourier sine integral representation and Fourier cosine integral representation. Is it clear? ആർക്കെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ചോദിക്കാം. ഓക്കെ, മനസ്സിലായോ അരുണിമ? ഏതാണ് ഇതാക്കിയ മനസ്സിലാവാത്തത്? ഏതാ പറയണ്ടേ? സൈനിൻ്റെത് ബാക്കി രണ്ട് മനസ്സിലായോ? കോസും ഫൊറിയർ ഇന്റഗ്രലിന്റെ ജനറൽ ഫോം മനസ്സിലായോ? ഓക്കെ, സൈനിൻ്റെത് എന്താ? ഓഡ് ഫംഗ്ഷൻ ആകുമ്പോൾ എഫ് ഓഫ് എക്സ്, ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നു, ഇഫ് ദറ്റ് എഫ് ഓഫ് എക്സ് ഈസ് ആൻ ഓഡ് ഫംഗ്ഷൻ, ഒരു ഫംഗ്ഷൻ നിങ്ങൾക്ക് തന്നിട്ട് ആ ഫംഗ്ഷന് നമ്മൾ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ ചെയ്യാൻ പറയാം, ഫൊറിയർ ഇന്റഗ്രൽ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാ പറയാം. അപ്പൊ അവിടെ എഫ് ഓഫ് എക്സ് ഒരു ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാം? ഫൊറിയർ സൈൻ ഇന്റഗ്രൽ കണ്ടുപിടിച്ചാൽ മതി. അപ്പം ആ ഫൊറിയർ സൈൻ ഇന്റഗ്രൽ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇതാണ്, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to infinity b of omega into sin omega x d omega. സൈൻ സീരീസ് അല്ല, സൈൻ ഇന്റഗ്രൽ അല്ലേ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പം ഇന്റഗ്രലിൽ സൈൻ മാത്രമേ ഉണ്ടാവൂ. ഓക്കെ, സൈൻ്റെ കൂടെയുള്ളത് ആരാ? ബി ഓഫ് ഒമേഗയാണ്. അപ്പൊ ഈ ബി ഓഫ് ഒമേഗ നമ്മൾ കണ്ടുപിടിക്കണം. ആൻഡ് ദി ഫോർമുല ഫോർ ഫൈൻഡിങ് ദിസ് ബി ഒമേഗ ഇസ് ഈക്വൽ ടു 2 by pi into integral 0 to infinity f of v sin omega v dv. നേരത്തെ ചെയ്ത പോലെ തന്നെ ബി ഒമേഗ കണ്ടുപിടിക്കണമെങ്കിൽ അതിന്റെ ഫോർമുല 2 by pi into ഇതാണ്, എഫ് ഓഫ് ബി ഇൻറ്റു സൈൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും ബി ഒമേഗ. സോ ഈ ഫോർമുല ഇത് രണ്ടും യൂസ് ചെയ്തിട്ട് നമുക്ക് സൈൻ ഇന്റഗ്രൽ, ഫൊറിയർ സൈൻ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഒരു ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ. മനസ്സിലായോ? ക്ലിയർ ആണോ? എവിടെയാണ് രാഗിന് ഡൗട്ട് വന്നേ? ഓക്കെ, ഇപ്പൊ മനസ്സിലായല്ലായിരിക്കും. അപ്പൊ ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഓക്കെ, സോ ക്വസ്റ്റ്യൻ എഴുതുക. Using
Fourier integral representation show that integral 0 to infinity cos omega x plus omega into sin omega x divided by 1 plus omega square e d omega is equal to 0 if x less than 0, pi by 2 if x equal to 0, and pi e raised to minus x if x greater than 0. Using Fourier integral representation, show that integral 0 to infinity cos omega x plus omega into sin omega x divided by 1 plus omega square d omega equal to 0 if x less than 0, pi by 2 if x equal to 0, pi e raised to minus x if x greater than 0. ഇത് നിങ്ങൾ തെളിയിക്കണം, പ്രൂവ് ചെയ്യണം. അതായത് ആ ലെഫ്റ്റ് സൈഡിലെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് ഈക്വൽ ടു റൈറ്റ് സൈഡിലെ ആ ഒരു ഫംഗ്ഷൻ ആണ് എന്ന് നിങ്ങൾ പ്രൂവ് ചെയ്യണം ബൈ യൂസിങ് ഫോറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ. അപ്പൊ എങ്ങനെ ഇത് ചെയ്യാം? ഇങ്ങനത്തെ ഒക്കെ ക്വസ്റ്റ്യൻ കിട്ടിയാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? സോ ലെഫ്റ്റ് സൈഡ് ഈസ് ആൻ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ അല്ലേ? ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന എന്താ? ഒരു ഇന്റഗ്രൽ റെപ്രസെന്റേഷനാണ്. അതായത് ഈ ഒരു എന്താ ടേമിന് ഒരു ഇന്റഗ്രൽ വാല്യൂ ഇന്റഗ്രൽ ഉണ്ട്. സോ ദിസ് ഇസ് ആൻ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ. ഓക്കെ, അപ്പൊ ഇത് ആ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ ആണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഈ റൈറ്റ് സൈഡിൽ ഈ ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഈ റൈറ്റ് സൈഡിൽ ഒരു ഫംഗ്ഷൻ അല്ല തന്നിട്ടുള്ളത്, 0 if x less than 0. That is ഒരു f of x ആണ് നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുള്ളത്. 0 if x less than 0, pi by 2 if x is equal to 0, pi e raised to minus x if x greater than 0. So ഇവിടെ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് ഒരു ഫംഗ്ഷൻ f of x ആണ്. ഇത് f of x ആണ്. ആൻഡ് ദിസ് f of x is equal to this integral ആണെന്ന് നമുക്ക് തെളിയിക്കണം. അപ്പൊ നമുക്ക് അറിയുന്ന ആകെയുള്ള ഒരു ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ ഇസ് ഫോറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ. സോ ഈ ഒരു പ്രോബ്ലം എങ്ങനെ നിങ്ങൾ ചെയ്യാന്ന് വെച്ചാൽ ഇതാണ് നമ്മളെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ്. ഓക്കെ, സോ അതിനെ നമ്മൾ എഫ് ഓഫ് എക്സ് എന്ന് വിളിക്കും. ഈ എഫ് ഓഫ് എക്സിന്റെ ഫോറിയർ ഇന്റഗ്രൽ നിങ്ങൾ കണ്ടുപിടിക്കുക. ആ ഫോറിയർ ഇന്റഗ്രൽ ഈ ഇന്റഗ്രൽ ആയിട്ട് നിങ്ങൾക്ക് കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഇതെന്തായി? പ്രൂവായി. ഓക്കെ, മനസ്സിലായോ? ഇതാണ് ഫംഗ്ഷൻ. ഈ ഫംഗ്ഷന്റെ ഫോറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ നമ്മൾ കണ്ടുപിടിക്കും. അപ്പൊ നമ്മൾ ഫോറിയർ ഇന്റഗ്രലിൽ ഈ ഒരു ഫംഗ്ഷനെ റെപ്രസെന്റ് ചെയ്താൽ ഇതാ ഈ ഒരു ഫംഗ്ഷൻ ഈ ലെഫ്റ്റ് സൈഡിൽ ഈ ഒരു ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ നമുക്ക് കിട്ടണം. കിട്ടിയാൽ നമ്മളത് തെളിയിച്ചു. ഓക്കെ, സോ ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? ക്ലിയർ ആണോ? ഈ ഒരു ക്വസ്റ്റ്യന്റെ പ്രത്യേകത ഡയറക്റ്റ് നിങ്ങളോട് എഫ് ഓഫ് എക്സ് തന്നിട്ട് അതിന്റെ ഇന്റഗ്രൽ കാണാനല്ല പറഞ്ഞത്, പക്ഷെ ചെയ്യേണ്ടത് അത് തന്നെയാണ്. ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക. എക്സ്പ്ലെയിൻ ചെയ്തത് മനസ്സിലായോ ക്വസ്റ്റ്യൻ? ഓക്കെ ഓക്കെ, സോ നമുക്ക് ഇത് ചെയ്യുന്ന നോക്കാം. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ ഇവിടെ നിങ്ങൾ കണ്ടോ എഫ് ഓഫ് എക്സ് എങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? എക്സ് ലെസ് ദാൻ 0 ഒരു 0 ആണ്. എക്സ് ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് ഒരു നമ്പർ ലൈൻ 0, എക്സ് ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ ഇതാ ഇങ്ങോട്ടുള്ള എല്ലാ വാല്യൂസും, 0നേക്കാൾ ചെറിയ എല്ലാ വാല്യൂസും. പിന്നെ ഇവിടെ എന്താ? എക്സ് ഗ്രേറ്റർ ദാൻ 0. എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ 0നേക്കാൾ വലിയ എല്ലാ വാല്യൂസും. അപ്പം 0നേക്കാൾ ചെറിയ എല്ലാ വാല്യൂസിനും ദ ഫംഗ്ഷൻ വാല്യൂ ഇസ് 0. ആൻഡ് ഇഫ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 0, ദാറ്റ് ഈസ് 0നേക്കാൾ വലിയ എല്ലാ എക്സ് വാല്യൂസിനും ദ ഫംഗ്ഷൻ വാല്യൂ ഇസ് pi e raised to minus x. അപ്പൊ ഇത് മൊത്തത്തിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ കംപ്ലീറ്റ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ആയിട്ടുണ്ട് അല്ലെ? എക്സ് ലെസ് ദാൻ 0, എക്സ് ഗ്രേറ്റർ ദാൻ 0 മീൻസ് മൊത്തം ഫംഗ്ഷൻ നമുക്ക് അവിടെ കിട്ടി. ഈ മൂന്നാമത്തെ ആളെ കണ്ട് നടുക്കത്തെ പൈ ബൈ 2, എക്സ് ഈക്വൽ ടു 0 ആണെങ്കിൽ പൈ ബൈ 2 ആണ്. അപ്പൊ നമ്മൾ
ഇത് ഒറ്റ പോയിന്റിലത്തെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ ഇങ്ങനെ ഒരു പോയിന്റിലത്തെ കാര്യം മാത്രം പറയുമ്പോൾ നമ്മൾ അതിനെ ഇപ്പം കൺസിഡർ ചെയ്യണ്ട. ഓക്കെ, ഇത് നമ്മൾ എഫ് ഓഫ് എക്സിന്റെ ആണ്. പക്ഷെ ഈ രണ്ടാൾക്കാരെ നമ്മൾ കൺസിഡർ ചെയ്താൽ, അതായത് ഈ എക്സ് ലെസ് ദാൻ സീറോയും എക്സ് ഗ്രേറ്റർ ദാൻ സീറോ എന്ന് പറയുന്ന ഈ രണ്ട് ഫംഗ്ഷൻ, ഇത് രണ്ടും മാത്രം നമ്മൾ എടുത്താൽ അതിൽ ഓട്ടോമാറ്റിക്കലി ഈ നടുക്കത്തെ ആളും വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ എഫ് ഓഫ് എക്സ് എന്ത് മാത്രം എടുത്താൽ മതി? ലെറ്റ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 if x less than 0 and pi e raised to minus x if x greater than 0. ഇപ്പം തൽക്കാലം നമ്മൾ എഫ് ഓഫ് എക്സ് ഇത് മാത്രമായിട്ട് എടുക്കുന്നുള്ളൂ. ഇത് ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യന്റെ മാത്രം പ്രത്യേകതയാണ്, ഇത് മൂന്നും സെയിം നമ്പർ ആണെങ്കിൽ 0 0 0, അതായത് 0 വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ കട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു കേസ് വരുമ്പോൾ നിങ്ങൾക്ക് എന്തെടുക്കാം? ഈ രണ്ട് വാല്യൂസ് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഈ മിഡ് വാല്യൂ ആണ് ഇത്. ശരിക്കും മിഡ് വാല്യൂനെ നമ്മൾ കൺസിഡർ ചെയ്യണ്ട, ലാസ്റ്റ് നമുക്ക് പറയാം. ഓക്കെ, സോ നമ്മൾ ഇതാണ് എഫ് ഓഫ് എക്സ് ആയിട്ട് എടുക്കുന്നത്. ഈ എഫ് ഓഫ് എക്സിന്റെ ഫൊറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ നമ്മൾ കണ്ടുപിടിക്കും. ആ ഫൊറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ നമുക്ക് ഈ ഒരാളാണെന്ന് കിട്ടും. ഓക്കെ, സോ അങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത്. സോ വാട്ട് ഈസ് ഫൊറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ? എന്താ? അപ്പൊ നമ്മൾ എഫ് ഓഫ് എക്സിന്റെ ഫൊറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ കാണാൻ പോവാണ്. സോ ഫസ്റ്റ് യു ഹാവ് ടു റൈറ്റ് ദ ഫോർമുല ഓഫ് ഫൊറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ. ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to infinity a omega cos omega x plus b of omega sin omega x d omega. This is Fourier integral representation. അപ്പൊ നമ്മൾ എഫ് ഓഫ് എക്സിന്റെ ഫൊറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ നമ്മൾ കാണാൻ പോവാണ്. സോ വി ഹാവ് ടു ഫൈൻഡ് ദിസ് എ ഓഫ് ഒമേഗ ആൻഡ് ബി ഓഫ് ഒമേഗ. ഓക്കെ, അപ്പൊ എ ഓഫ് ഒമേഗ എങ്ങനെ കണ്ടുപിടിക്കുക? എ ഓഫ് ഒമേഗ is equal to, the formula is 1/pi into integral minus infinity to infinity f of v cos omega v. This is the formula of a omega. So നമുക്ക് a omega കണ്ടുപിടിക്കാം. So a omega equal to 1/pi into, ഇനി ഇവിടെ എന്ത് വേണം? നമുക്ക് എഫ് ഓഫ് ബി വേണം. എഫ് ഓഫ് ബി എന്ന് വെച്ചാൽ എന്തിന്റെ ഇന്റഗ്രൽ ആണോ നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത്? നിങ്ങളെ ക്വസ്റ്റ്യൻ എഫ് ഓഫ് എക്സ് എന്താണോ ആ എഫ് ഓഫ് എക്സിന്റെ എക്സിന് പകരം ബി കൊടുക്കുക. അതാണ് ഈ ഒരു എഫ് ഓഫ് ബി എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് ഇവിടെ തന്ന ഫംഗ്ഷൻ ഒരു പ്രത്യേകതയുണ്ട്. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഫംഗ്ഷൻ തന്നിട്ടുള്ളത്. ഡയറക്റ്റ് മൈനസ് ഇൻഫിനിറ്റി തൊട്ടിട്ട് ഇൻഫിനിറ്റി വരെയല്ല നമുക്ക് ഫംഗ്ഷൻ തന്നിട്ടുള്ളത്. പകരം മൈനസ് ഇൻഫിനിറ്റി എക്സ് ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ എന്താ? 0നേക്കാൾ ചെറിയ എല്ലാ എക്സ് വാല്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ? മൈനസ് ഇൻഫിനിറ്റി തൊട്ടിട്ട് 0 വരെ, അങ്ങനെയല്ലേ അർത്ഥം? എക്സ് ലെസ് ദാൻ 0 എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? മൈനസ് ഇൻഫിനിറ്റി ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 0 എന്നാണ്. ഓക്കെ, 0നേക്കാൾ ചെറിയ എല്ലാ എക്സും, അതായത് മൈനസ് ഇൻഫിനിറ്റി വരെയുള്ള എല്ലാ എക്സും എന്ന് വരും. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് എങ്ങനെയാ? മൈനസ് ഇൻഫിനിറ്റി തൊട്ട് 0 വരെ. പിന്നെ രണ്ടാമത്തെ എന്താ? എക്സ് ഗ്രേറ്റർ ദാൻ 0. എക്സ് ഗ്രേറ്റർ ദാൻ 0ന്റെ അർത്ഥം എന്താ? 0നേക്കാൾ വലിയ എല്ലാ എക്സും, അതായത് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഇൻഫിനിറ്റി, 0 തൊട്ട് ഇൻഫിനിറ്റി വരെ എന്ന അർത്ഥം. ഓക്കെ, അപ്പം എക്സ് ലെസ് ദാൻ 0 എന്ന് കണ്ടാൽ നിങ്ങൾ എന്താ കൊടുക്കണ്ടേ? മൈനസ് ഇൻഫിനിറ്റി തൊട്ടിട്ട് 0 വരെ, പ്ലസ് എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ 0 തൊട്ടിട്ട് ഇൻഫിനിറ്റി വരെ. അതായത് മൈനസ് ഇൻഫിനിറ്റി തൊട്ടിട്ട് ഇൻഫിനിറ്റി വരെ നമുക്ക് ഒരുമിച്ചിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റൂല. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. കാരണം ഇതിന് രണ്ടിനും രണ്ട് ഫംഗ്ഷനാണ്. മൈനസ് ഇൻഫിനിറ്റി തൊട്ട് 0 വരെ ഒരു ഫംഗ്ഷൻ, 0 തൊട്ട് ഇൻഫിനിറ്റി വരെ വേറെ ഫംഗ്ഷൻ. അതുകൊണ്ട് നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് വേണം ഇന്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഒക്കെ ശ്രദ്ധിച്ചിട്ട് എഴുതാം. സോ 1/pi into, ഇവിടെ എങ്ങനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാം? മൈനസ് ഇൻഫിനിറ്റി ടു 0 നമ്മൾ അവിടെ പൊട്ടിക്കണം. എഫ് ഓഫ് ബി കോസ് ഒമേഗ വി ഡി വി പ്ലസ് 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ബി കോസ് ഒമേഗ വി ഡി വി. Okay, which is equal to 1/pi into minus infinity to 0. അതായത് എക്സ് ലെസ് ദാൻ 0ന്റെ കേസാണ് ഇത്. അപ്പൊ മൈനസ് ഇൻഫിനിറ്റി തൊട്ടിട്ട് 0 വരെ ഫംഗ്ഷൻ വാല്യൂ എന്താ? 0 ആണ്. അപ്പൊ ഈ കംപ്ലീറ്റ് ടേം എന്തായിപ്പോ? 0 ആയിപ്പോ. പ്ലസ് 0 ടു ഇൻഫിനിറ്റി വരെ ഫംഗ്ഷൻ വാല്യൂ എന്താ? പൈ ഇ റൈസ് ടു മൈനസ് എക്സ് ആണ്, എഫ് ഓഫ് എക്സ്.
So f of v is equal to what? Pi e raised to minus v എന്ന് വരും. ഓക്കെ, എക്സിൽ എടുക്ക വി ആക്കുക. എഫ് ഓഫ് വി ആണ് നമുക്ക് വേണ്ടത്. ഇൻറ്റു കോസ് ഒമേഗ വി ഡി വി വിച്ച് ഈസ് ഈക്വൽ ടു, ഈ ടേം കംപ്ലീറ്റ് 0 ആയിപ്പോയി. ഇനി ബാക്കി എന്താ ഉള്ളത്? 1/π ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി പൈ ഇൻറ്റു ഇ റേസ് ടു മൈനസ് വി. അപ്പൊ ഈ പൈനെ നമുക്ക് പുറത്തെടുക്കാലോ. ഈ പൈനെ നമുക്ക് കോൺസ്റ്റന്റ് ആണ്, അപ്പം പുറത്തെടുക്കാം. സോ പൈ ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് വി ഇൻറ്റു കോസ് ഒമേഗ വി ഡി വി എന്ന് വരും. വിച്ച് ഈസ് ഈക്വൽ ടു പൈയും ക്യാൻസൽ ആയിട്ട് ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് വി ഇൻറ്റു കോസ് ഒമേഗ വി ഡി വി എന്ന് വരും. Now we have to find the integral of this function with respect to v. നമ്മൾ ഇതിന്റെ ഇന്റഗ്രൽ കണ്ടുപിടിക്കണം. ഇ റേസ് ടു മൈനസ് വി ഇൻറ്റു കോസ് ഒമേഗ വി ഡി വിന്റെ ഇന്റഗ്രൽ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പം നിങ്ങൾക്ക് അറിയാം അല്ലെ, ഒരു എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷനും കോസും വന്നാൽ, അല്ലെങ്കിൽ ഒരു എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷനും സൈൻ ഫംഗ്ഷനും വന്നാൽ അതിന്റെ ഇന്റഗ്രൽ നമുക്ക് ഇങ്ങനെ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ഒന്നും വെച്ച് ചെയ്യാണ്ട് ഡയറക്റ്റ് നമുക്ക് അതിന്റെ ആൻസർ എഴുതാൻ പറ്റും. അതിനൊരു ഈസി ഫോർമുലയുണ്ട്. അപ്പൊ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താന്ന് തോന്നുന്നു. നിങ്ങൾ ഫസ്റ്റ് സെമിസ്റ്ററിൽ പഠിച്ചിട്ടുണ്ടാവും അതിന്റെ ഫോർമുല. അപ്പൊ ഓർമ്മയില്ലാത്തവരൊന്നിവിടെ ശ്രദ്ധിക്കുക. ഫോർമുല ഇതാണ്: ഇന്റഗ്രൽ ഇ റേസ് ടു എ എക്സ് ഇൻറ്റു കോസ് ബി എക്സ് ഡി എക്സ് ഈക്വൽ ടു, ഒരു എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ ഉണ്ടാവും, ഒരു കോസിന്റെ ഫംഗ്ഷൻ ഉണ്ടാവും. അപ്പം വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ എക്സിന്റെ കോഎഫിഷ്യന്റ് എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷനിലും ഉണ്ടാവും, എക്സിന്റെ കോഎഫിഷ്യന്റ് കൊസൈൻ ഫംഗ്ഷനിലും ഉണ്ടാവും. ഓക്കെ, അപ്പൊ അത് ഏതാന്ന് നോക്കുക. ഇവിടെ എന്താ? എക്സിന്റെ കോഎഫിഷ്യന്റ് എ ആണ്, ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് ബി ആണ്. ഇതാണ് എയും ബിയും. ഓർത്ത് വെക്കണേ, എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷന്റെ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ഇസ് എ ആൻഡ് ദി കോഎഫിഷ്യന്റ് ഓഫ് കൊസൈൻ ഫംഗ്ഷൻ ദറ്റ് ഇസ് ബി. ഓക്കെ, ദെൻ ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ രണ്ടിന്റെയും ഇന്റഗ്രൽ ചെയ്താൽ കിട്ടുന്ന ആൻസർ ഇസ്, ഇപ്പം ഇ റേസ് ടു എക്സ് ആണെങ്കിൽ ഇ റേസ് ടു എക്സ് തന്നെ എഴുതുക. ഓക്കെ, ഇവിടെ ഫസ്റ്റ് എന്താണ് എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ അത് അതേപോലെ എഴുതുക. ഡിവൈഡഡ് ബൈ ദിസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അതായത് നമ്മൾ ആരെ കൊണ്ടാണോ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്, എക്സിനെ കൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്യുന്നെങ്കിൽ എക്സിന്റെ രണ്ട് കോഎഫിഷ്യൻസ് നിങ്ങൾക്ക് കിട്ടും, അതിന്റെ രണ്ടിന്റെയും സ്ക്വയർ സം ചെയ്യുക. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു, ഇത് കോസ് അല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എന്താ വരുവാന്ന് വെച്ചാൽ എ കോസ് എഴുതുക, കോസ് ബി എക്സ് പ്ലസ് ബി സൈൻ ബി എക്സ്. ഓക്കെ, ഇതാണ് ഫോർമുല. എനിക്കറിയില്ല ഇത്. ഓക്കെ, അപ്പൊ ആ ഒരു ഫോർമുല ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരുക? ഇ റേസ് ടു മൈനസ് വി, അതാ ആദ്യത്തെ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ എന്താണോ അത് അതേപോലെ എഴുതുക, ഇ റേസ് ടു മൈനസ് വി തന്നെ, ഡിവൈഡഡ് ബൈ, ഇവിടെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു വി ആണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടുത്തെ കോഎഫിഷ്യന്റ് എന്തൊക്കെയാ? വിന്റെ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷന്റെ കോഎഫിഷ്യന്റ് -1ഉം വിന്റെ ഇവിടുത്തെ കോഎഫിഷ്യന്റ് ഒമേഗയാണ്. ഓക്കെ, സോ ഡിനോമിനേറ്ററിൽ എന്ത് വരും? -1 സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എന്ന് വരും ഇൻറ്റു എ കോസ് ബി എക്സ്, അതായത് എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷന്റെ കോഎഫിഷ്യന്റ് -1 കോസ് ഒമേഗ വി പ്ലസ് ബി ഇൻറ്റു, ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമേഗയാണ്, ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ സൈൻ ഒമേഗ വി. ഇതാണ് ഇന്റഗ്രേറ്റ് ചെയ്താൽ കിട്ടുക. ഇതിന് നിങ്ങൾ എന്ത് കൊടുക്കണം? അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കണം. അതായത് 0 ടു ഇൻഫിനിറ്റി കൊടുക്കണം. ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കുക. അപ്പൊ ഇവിടെ മൈനസ് ഇൻഫിനിറ്റിയോ, മൈനസ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പൊ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ കംപ്ലീറ്റ് 0 ആയി പോകും. ലോവർ ലിമിറ്റ് 0 കൊടുത്താൽ നിങ്ങൾക്ക് എ ഒമേഗ കിട്ടും. ഓക്കെ, ബാക്കി നമുക്ക് നാളെ ചെയ്യാം. ഇത്രയും പറഞ്ഞത് മനസ്സിലായോ നിങ്ങൾക്ക്? എങ്ങനെയാ നമ്മൾ ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലായോ? ഈ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷന്റെ നിങ്ങൾ ആ ഫോർമുല പഠിച്ചാൽ നിങ്ങൾക്ക് ഭയങ്കര എളുപ്പത്തിൽ ഇന്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ഒക്കെ വെച്ചിട്ട് കുറേ ചെയ്യേണ്ടി വരും അതിന്റെ ഇന്റഗ്രൽ കണ്ടുപിടിക്കാൻ. അതുകൊണ്ട് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ഫോർമുലാസ് ഒക്കെ ഒന്ന് പഠിച്ചു വെക്കുക. അപ്പൊ നിങ്ങൾക്ക് വേഗം വേഗം പ്രോബ്ലം ചെയ്യാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഇന്റഗ്രേഷൻ വലിയ ടഫായിട്ടൊന്നും കാണണ്ട, നിങ്ങൾക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ടും അതിന്റെ ആൻസർ കണ്ടുപിടിക്കാം. ഓക്കെ, വേഗം അറ്റൻഡൻസ് പറഞ്ഞു. 1 2 2 Abhijit K absent. 3 3
4. 5. 6. 7. 8. 9. 10. 11. 12. 13. 15. 15. 16. 18. 19. 20. 21. 22. 23. 24. 25. 26. 7. 28, Shibilia. 29. 29. 31. 32. 33. 34. 35. 36. 37. 38. 39. 40. 41. 42. 43. 44. 45. 46. 47. 48. 49. 50. 51. 52. 53. 54. 54. 55. 56. 57. 58. 59. 61. Visrit. 61. 62 62. and 63. 63. ഓക്കെ, അപ്പൊ എല്ലാരും പ്രസന്റ് ആണ്, ആരും ആബ്സെന്റ് ഇല്ലല്ലേ. താങ്ക് യു.